116 വർഷത്തെ MI6 ചരിത്രം മാറ്റി ആദ്യ വനിതാ സ്പൈ മാസ്റ്ററായി MI6 ഗാഡ്ജറ്റ് മേധാവി ബ്ലേസ് മെറ്റവേലി. അങ്ങനെ UK-യിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ MI6ന്റെ തലപ്പത്തേക്ക് ഒരു വനിതയെ നിയമിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്ത്രീ ഈ പദവിയിലെത്തുന്നത്. UK രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവിയാകാൻ ബ്ലേസ് മെറ്റവേലി യോഗ്യത നേടിയതായി സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. MI6ന്റെ തലപ്പത്തേക്ക് എത്തുന്ന ആദ്യ വനിതയായ ബ്ലേസ് ഉടൻ തന്നെ ചുമതലയേൽക്കും. ചരിത്ര നിയമനമെന്ന് കെയർ സ്റ്റാർമർ. 1900-കളിൽ സ്ഥാപിതമായ MI6 അഥവാ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് UK-യിലെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക, വിദേശ നയവുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയവയാണ് ഏജൻസിയുടെ ഉത്തരവാദിത്തം. 1909-ൽ സ്ഥാപിതമായ MI6 ലോകത്തിലെ ഇതര രാജ്യങ്ങളിൽ രഹസ്യമായി പ്രവർത്തിക്കുകയും ചാരശൃംഖല വഴി UK വിദേശകാര്യ സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഏജൻസിയാണ്. രഹസ്യാന്വേഷണ പ്രവർത്തനം അത്ര നിർണായകമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബ്ലേസ് മെറ്റവേലിയുടെ നിയമനമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. UK-യിലെ ജലമാർഗത്തിലേക്ക് ചാരക്കപ്പലുകൾ അയക്കുന്ന ആക്രമണകാരികളിൽ നിന്നും സൈബർ ഗൂഢാലോചന നടത്തുന്ന ഹാക്കർമാരിൽ നിന്നും കടുത്ത ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ നിയമനമെന്നും സ്റ്റാർമർ ചൂണ്ടിക്കാട്ടി. ഇത്തരം വെല്ലുവിളികളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും കെൽപ്പുള്ള മികച്ച നേതൃത്വം ബ്ലേസ് തുടരുമെന്നാണ് കരുതുന്നതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. MI6ന്റെ നിലവിലെ മേധാവി റിച്ചാർഡ് മൂർ സർവീസിൽ നിന്ന് ഒഴിയുന്നതോടെയാണ് ബ്ലേസ് നിയമിക്കപ്പെട്ടത്. ഇനി ആരാണ് ബ്ലേസ് മെറ്റവേലി? ജെയിംസ് ബോണ്ട് സിനിമകളിലെ സാങ്കല്പിക MI6ന്റെ തലപ്പത്ത് വർഷങ്ങളായി വനിതയാണ് എത്താറുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ ഒരു വനിത നിയോഗിക്കപ്പെടുന്നത് ഇതാദ്യമായാണ്. 47 വയസ്സുകാരിയ ബ്ലേസ് മെറ്റവേലി ഇപ്പോൾ MI6ൽ സാങ്കേതിക വിദ്യയുടെ മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുകയാണ്. ജെയിംസ് ബോണ്ട് സിനിമകളിലെ സാങ്കല്പിക ഗാഡ്ജറ്റ് വിദഗ്ധനോടുള്ള ആദരസൂചകമായി MI6ൽ സാങ്കേതിക വിദ്യയുടെയും നവീകരണത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ ജനറലായ QI അവർ നിലവിൽ സേവനമനുഷ്ഠിക്കുകയാണ്. നേരത്തെ UK-യുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ MI5ന്റെ ഡയറക്ടർ ലെവൽ പദവി ബ്ലേസ് വഹിച്ചിരുന്നു. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പെംബ്രൂ കോളേജിൽ നിന്ന് ആന്ത്രപ്പോളജിയിൽ ബിരുദം നേടിയ ബ്ലേസ് 1999-ലാണ് രഹസ്യാന്വേഷണ ഏജൻസിയിൽ ചേരുന്നത്. ജോലിയുടെ ഭാഗമായി ഭൂരിഭാഗം സമയവും മിഡിൽ ഈസ്റ്റിലും അതുപോലെ യൂറോപ്പിലുടനീളവുമായാണ് ബ്ലേസ് പ്രവർത്തിച്ചത്. 2024-ൽ ബ്രിട്ടീഷ് വിദേശ നയത്തിലെ സേവനങ്ങൾക്ക് കിങ്സ് ബർത്ത്ഡേ ഓണേഴ്സിൽ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് സെയിന്റ് മൈക്കൽ ആൻഡ് സെയിന്റ് ജോർജ് ആയി ബ്ലേസ് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. പുതിയ ദൗത്യത്തിലേക്ക് നിയമിക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്ന് ബ്ലേസ് പ്രതികരിച്ചു. ധൈര്യശാലികളായ ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും അന്താരാഷ്ട്ര പാർട്ണർമാർക്കുമൊപ്പം MI6ൽ തന്റെ സേവനം തുടരുമെന്നും ബ്ലേസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. MIക്ക് നേരത്തെ വനിതാ മേധാവികൾ ഉണ്ടായിരുന്നു, എന്നാൽ അത് MI5 എന്നറിയപ്പെടുന്ന ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിക്ക് മാത്രമായിരുന്നു. MI5ന് മുമ്പ് സ്റ്റെല്ല റിമിംഗ്ടൺ, എലീസ മാനിങ്ഹാം ബുള്ളർ എന്നീ 2 വനിതാ മേധാവികൾ ഉണ്ടായിരുന്നുവെങ്കിലും MI6ന് നേതൃത്വം നൽകുന്ന ആദ്യ വനിതയായി മെറ്റവേലി മാറുകയാണ്. വിദേശ ഇന്റലിജൻസ് പ്രവർത്തനങ്ങളാണ് MI6 നടത്തുന്നത്. MI6ൽ C എന്ന കോഡ് നെയിമിലായിരിക്കും ബ്ലേസ് അറിയപ്പെടുക. ഏജൻസിയുടെ പ്രവർത്തനപരമായ ഉത്തരവാദിത്തങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ബ്ലേസ് ആയിരിക്കും. വിദേശകാര്യ സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതും ഇവരുടെ ചുമതലയാണ്. മറ്റു വകുപ്പുകളും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ജോയിന്റ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെയും ഭാഗമാണ് C. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സ്വീകരിക്കുകയും നിലവിലുള്ള സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുകയും പ്രധാനമന്ത്രിക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്ന സമിതിയാണിതെന്ന് BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു.